ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മറ്റൊരു വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെയിറ്റ് ലോസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വെയിറ്റ് ലോസിനെ കുറിച്ചിട്ട് എന്തായിരിക്കുന്നല്ലേ, അപ്പം എൻ്റെ വെയിറ്റ് ലോസ് ജേണിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാനൊരു 30 കിലോൻ്റെ അടുത്ത് ഞാൻ കുറച്ചു. അപ്പം ഞാൻ ഈ വെയിറ്റ് ലോസ് ജേണി തുടങ്ങുന്ന സമയത്ത് ഒരു 117-118 കിലോൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. അപ്പം ഈ വെയിറ്റ് ലോസ് ജേണി തുടങ്ങാൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തറിയോ, അപ്പം ഞാൻ ഒരു 117-118 UK വന്നതിന് ശേഷം നമ്മൾ വെയിറ്റ് ലോസ് അല്ലെങ്കിൽ പോട്ടെ, വെയിറ്റിൻ്റെ കാര്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിട്ടില്ല. എല്ലാ വീക്കെൻഡ്സിലും മദ്യപാനം, ആവശ്യത്തിലധികം ഭക്ഷണം, അതും പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡ്, അൾട്രാ പ്രോസസ്ഡ് ഫാസ്റ്റ് ഫുഡ്സ് ആണ് കൂടുതലും കഴിക്കുന്നത്. നമ്മൾ ബർഗർ, പിസ്സ, അത് ഇത് അങ്ങനെ പല കാര്യങ്ങളായിരുന്നു കഴിച്ചുകൊണ്ടായത്. സോ ഒബിയസ്ലി വിത്തിൻ 1-2 years ഐ ഗെയിൻ ക്വൈറ്റ് ലോട്ട് ഓഫ് വെയിറ്റ്. ചെറിയ രീതിയിൽ നിന്നാണ് ഞാൻ UK വരുന്നതിന് മുന്നേ വെറും 2 അക്കം മാത്രമേ എൻ്റെ ബോഡി വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ UK വന്നതിന് ശേഷം അത് 3 അക്കമായി മാറി. ഈ 3 അക്കമായി മാറിയതിന് ശേഷം ഞാൻ ഒട്ടും ബോധേഡായിരുന്നില്ല കേട്ടോ. UK വന്നിട്ട് ആ ഒരു വെയിറ്റ് കൂടിയതിലൊന്നും ഒട്ടും ബോധേഡായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുറ്റുപാട് നോക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ ഭയങ്കര തടിച്ചിട്ടാണ്. നോ ഓഫൻസ്, ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞില്ല. കാരണം ഇവിടുത്തെ ഒരു എന്താ പറയുക, വെതറും കാര്യങ്ങളൊക്കെ കൊണ്ട്, പ്രത്യേകിച്ച് നമ്മൾ വിൻ്ററൊക്കെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ എവിടെയും പുറത്തിറങ്ങില്ല. എന്താ പറയുക, നാട്ടിലെ പോലെ അത്ര ആക്റ്റീവായിട്ട് നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു നാടാണത്. കാരണം നമുക്ക് അത്രയും ബേണിംഗ് ഡിസയർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത്രയും ആക്റ്റീവായി നിൽക്കുള്ളൂ. എന്താ പറയുക, ഈ തണുപ്പുള്ള സമയത്തും പുറത്ത് ഓടാനിറങ്ങി അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ ഇറങ്ങാൻ, മറ്റേത് മറിച്ച് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് വിൻ്റർ സമയത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ആഗ്രഹം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ഭയങ്കര ഡെഡിക്കേഷനും വേണം, എന്നാലേ മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 2-3 വർഷം ഞാൻ ഈ ഒരു കാര്യത്തിലൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല, മനസ്സിലായോ? അപ്പോൾ ഈ 2-3 വർഷം കഴിഞ്ഞ് ഒരുപാട് ബോഡി വെയിറ്റ് ഞാൻ കൂടി, 117-118 കിലോ ആയി. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ കബഡി കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിന് മുന്നേയും UK കബഡി ഉണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയായിരുന്നു. അപ്പോൾ ഞാനിതിനെ ഒരുപാട് പേര് അപ്രോച്ച് ചെയ്തു. നമുക്ക് ഓൺലൈൻ വഴി തപ്പിയിട്ട് മറ്റെല്ലാം കണ്ടെത്തുന്ന വരുന്ന രീതിയിൽ എല്ലാവരും ഫേസ്ബുക്ക് പേജ് മറ്റേലും മറിച്ചിലൊക്കെ മെസ്സേജ് അയച്ചു. പക്ഷേ ഇവിടെ നിന്ന് തന്നെ റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. ഒബിയസ്ലി റെസ്പോണ്ട് ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു താല്പര്യം പയ്യെ താല്പര്യം കുറഞ്ഞു വരുന്നില്ല. എവിടെയും നമ്മൾ മുട്ടിയിട്ട് തുറക്കുന്നില്ല എന്ന് പറയുമ്പോൾ പയ്യെ പിന്നെ ആ മുട്ടൽ നമുക്ക് കുറയും, മനസ്സിലായോ? പല ഡോറിനും മുട്ടി ഒന്നുമില്ല, റിപ്ലൈ ഇല്ല, അങ്ങനെ പിന്നെ ഞാൻ ആ മുട്ട ഒന്ന് പയ്യെ കുറയാൻ തുടങ്ങി. അപ്പോൾ ആ മുട്ടൽ പയ്യെ കുറഞ്ഞു. പിന്നെ അത് വിട്ടു. വീണ്ടും ഇതാണെങ്കിൽ തന്നെ വേൾഡ് കപ്പ് നടന്ന സമയത്ത് വീണ്ടും ഇൻസ്റ്റാഗ്രാമിൽ സോഷ്യൽ മീഡിയയിലിടയ്ക്ക് നമ്മൾ ഈ കബഡിയുടെ വീണ്ടും കാണാൻ തുടങ്ങി. ഒബിയസ്ലി ആ സമയത്ത് വീണ്ടും നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് വീണ്ടും പൊന്തി വന്നു. കബഡി വീണ്ടും കാണാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഞാൻ വീണ്ടും തപ്പി അറിയുന്ന രീതിയിലൊക്കെ തപ്പാൻ തുടങ്ങി. അങ്ങനെ ഒടുവിൽ ഒരു ചങ്ങായി ഒരു ഇമെയിലിൽ മെസ്സേജ് റിപ്ലൈ വന്നു. അങ്ങനെ എൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ആ മച്ചാൻ വാങ്ങിച്ചു. എന്നിട്ട് ഇനി നെക്സ്റ്റ് ഇപ്പോൾ കറൻ്റ്ലി ഇപ്പം വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം അവർ കോൺടാക്ട് ചെയ്യാം, അതിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒബിയസ്ലി ഈ വേൾഡ് കപ്പ് നടക്കുന്നതിൻ്റെ സമയത്ത് തന്നെ എനിക്ക് ചെറിയൊരു എന്താ പറയുക, ഈ ഓർഗനൈസേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു ഓഫർ വന്നു, ഇങ്ങനെ ജർമ്മനി ടീമിന് വേണ്ടി കളിക്കാൻ വേണ്ടിയിട്ട്. കാരണം അവരുടെ ടീം മൊത്തമായിട്ട് UK വന്നു. പക്ഷേ അവരുടെ ടീമിൽ നിന്ന് ആർക്കൊക്കെയോ ഇൽനെസ് ആയിട്ട്, അതായത് കളിക്കാൻ പറ്റാത്ത ടീം പുറത്താവുന്നുള്ളൊരു അവസ്ഥ വന്ന സമയത്ത് UK നിന്ന് കുറച്ച് പ്ലെയേഴ്സിന് ഇൽനെസ് വന്ന പ്ലെയേഴ്സിന് പകരം 1-2 പ്ലെയേഴ്സിനെ അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ളൊരു പ്ലാനായിരുന്നു ഓർഗനൈസേഴ്സ് നടത്തിക്കൊണ്ടത്. 2 minutes ഗൈസ്, ഞാൻ തന്നെ അടിച്ചിട്ട് വരാം. അതുവരെ ഷോർട്ട് ബ്രേക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടായത് എനിക്ക് ടീമിലേക്ക് ഒരു സെലക്ഷൻ കിട്ടി. അങ്ങനെ ജർമ്മൻ ടീമിലേക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു വെച്ച് ഒരു ഗ്രൂപ്പിലേക്ക് കൂട്ടി. അപ്പോൾ വെയിറ്റ് ലിമിറ്റ് ചോദിച്ച സമയത്ത് എൻ്റെ വെയിറ്റ് 117 ആയിരുന്നു. അപ്പോൾ അത് ഓവർ വെയിറ്റ് ആയിരുന്നു, അതുകൊണ്ട് കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അവിടെ മിസ്സായത്. കാരണം സെലക്ഷൻ ഒന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് അങ്ങനെ ഓർഗനൈസേഴ്സിൻ്റെ നിന്ന് കളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ലൈക്ക് അത് ബാക്ക് ബെഞ്ചിലാണെങ്കിലും പോലും ലൈക്ക് ഒരു വേൾഡ് കപ്പിന് ഇറങ്ങാന്ന് പറയുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അത് മിസ്സായത് കാരണം എനിക്ക് വല്ലാത്തൊരു എന്താ പറയുക, ഗിൽറ്റ് ഫീലിംഗ് ആയിരുന്നു. സ്വന്തം ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ സ്വന്തം ശരീരം കൊണ്ട് അല്ലെങ്കിൽ ബോഡി വെയിറ്റ് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുന്നില്ലേ. അപ്പോൾ അന്ന് മുതൽ എനിക്ക് എൻ്റെ ബോഡി വെയിറ്റ് കുറക്കണം എന്നുള്ളത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. കാരണം അടുത്ത കൊല്ലത്തെ കളിക്കെങ്കിലും കയറണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. അത് അന്ന് മുതലാണ് ഞാൻ ആക്ച്വലി ലിറ്ററലി, അതിന് മുന്നേ ഞാൻ ജിമ്മിലൊക്കെ ഓൺ ആൻഡ് ഓഫ് പോകുന്നുണ്ടെങ്കിലും വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും, പക്ഷെ എന്താ പറയുക, അങ്ങനെ കുറക്കണം അല്ലെങ്കിൽ ഇത് അത്ര ബോധേഡായിരുന്നില്ല ലിറ്ററലി എൻ്റെ ബോഡി വെയിറ്റ് കാരണം. പക്ഷെ അന്ന് മുതൽ ഞാൻ ലിറ്ററലി ഭയങ്കര ബോധേഡായിരുന്നു. എനിക്ക് കുറഞ്ഞേ പറ്റൂ എന്നുള്ളൊരു സീൻ ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഞാൻ റെഗുലറായി ജിമ്മിൽ പോകാൻ തുടങ്ങി. അതിന് മുന്നേ ജിമ്മിൽ പോകുന്നുണ്ടെങ്കിലും വെയിറ്റ് ലോസിന് മെയിനായിട്ട് നോക്കേണ്ട കാര്യം നമ്മൾ ഡയറ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടായ കാര്യം, ഇപ്പോൾ എൻ്റെ വെയിറ്റ് കുറഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരുപാട് ഭയങ്കരമായിട്ട് വെയിറ്റ് കുറഞ്ഞു എന്നുള്ള കാര്യം. യെസ്, ശരിയാണ്, ഭയങ്കരമായിട്ട് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. 30 കിലോൻ്റെ അടുത്ത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ്. ഞാൻ രണ്ടാമത് കബഡിക്ക് ഇടയ്ക്ക് കളിച്ച സമയത്ത് 88 കിലോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു.
88 കിലോ മാത്രമേ ഞാൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് ആ 88 കിലോയിലേക്ക് എത്താൻ ഞാൻ എന്താണ് ചെയ്തത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ചുരുക്കത്തിൽ. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇഫ് യു ആർ ട്രൈങ് ടു റെഡ്യൂസ് യുവർ വെയിറ്റ്, എന്തൊക്കെയാണ് മെയിൻലി നോക്കേണ്ടത്? ഇപ്പോൾ 1-2 കൊല്ലമായി ഞാൻ കഠിനമായി ശ്രമിക്കുന്നു വെയിറ്റ് കുറക്കാൻ വേണ്ടി. പക്ഷേ എൻ്റെ ഒരു സ്റ്റെബേൺ തടിയാണ്, കുറയുന്നേ ഇല്ല എന്നുള്ളൊരു മൈൻഡാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ യു ഷുഡ് ട്രൈ ഓൾ ദീസ് തിങ്സ്. എന്തായാലും കുറയും. ശരി, നമ്മൾ ബോഡി വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആസ് പെർ സയൻസ് പറയുന്നത് പോലെ നമ്മൾ ഡയറ്റും കാര്യമൊക്കെ ചെയ്ത് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ ശരീരം തടി കുറയും. ശരീരത്തിൽ നിന്ന് എന്തായാലും ഫാറ്റ് ലോസ് വരും. കാരണം അങ്ങനെയാണ് നമ്മളെ ബോഡി പ്രവർത്തിക്കുന്നത്. ആസ് പെർ സയൻസ് ആണ് നമ്മളെ ശരീരം പ്രവർത്തിക്കുന്നത്. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ എത്ര വർക്കൗട്ട് ചെയ്തിട്ടില്ല, അതിൽ കൂടുതൽ നമ്മൾ ഫുഡ് ഇൻടേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും തടി കുറയില്ല. കാരണം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ഫുഡ് നമ്മൾ ശരീരത്തിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിലധികം ഫുഡ് ചെല്ലുന്ന സമയത്ത് ഒബ്വിയസ്ലി നമ്മളെ ബോഡി അത് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ മനസ്സിലാക്കിയില്ല എന്നല്ല, ഈ ഒരു കാര്യങ്ങളൊന്നും ഞാൻ ഇതിന് മുന്നേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കാര്യമായിട്ട്. അപ്പോൾ അതിനുശേഷം എനിക്ക് എങ്ങനെയായാലും വെയിറ്റ് കുറച്ചേ പറ്റുന്നുള്ളതുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ടാർഗറ്റ് കിട്ടിയിരുന്നു, മനസ്സിലായോ? ഇതിന് മുന്നേ എനിക്കൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നില്ല, എത്ര കുറക്കണം അല്ലെങ്കിൽ എത്ര ആയിരിക്കണം എന്നില്ല. അതിന് ശേഷം എനിക്ക് എന്തായാലും 90 കിലോ ആക്കിയേ പറ്റൂ എന്നുള്ളൊരു മൈൻഡായിരുന്നു. അപ്പോൾ 110-90 ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ടാസ്ക് എന്നെനിക്ക് മനസ്സിലായി തുടങ്ങിയ തൊട്ട്. അപ്പോൾ അന്ന് മുതൽ ഞാൻ ഡെയിലി എന്താ പറയുക പക്ക ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഫുഡ് മാക്സിമം കുറച്ചു. കാരണം ഒബ്വിയസ്ലി എൻ്റെ ശരീരത്തിൽ ആവശ്യത്തിൽ കൂടുതൽ ഫാറ്റ് ഉണ്ടായിരുന്നു. 117 എന്ന് പറയുന്ന സമയത്ത് 90ലേക്ക് അത്രയും എൻ്റെ ഒരു ബോഡി വെയിറ്റ്, എൻ്റെ ഒരു ബോഡി ഹൈറ്റും ബോഡി വെയിറ്റും വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കിപ്പം UK തന്നെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ബോഡി ഫാറ്റ് അളക്കുന്ന വെയിങ് സ്കെയിൽ ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു വെയിങ് സ്കെയിൽ നോക്കിയ സമയത്ത് കണ്ടമാനം ബോഡി ഫാറ്റ് ഉണ്ടായിരുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് ടൈം നോക്കിയ സമയത്ത് ഈ 88 കിലോ ആയി എന്ന് പറഞ്ഞ സമയത്ത് അവസാനമായിട്ട് ഞാൻ ബോഡി ഫാറ്റ് നോക്കിയ സമയത്ത് എനിക്ക് 15% ബോഡി ഫാറ്റേ കാണിച്ചിരുന്നുള്ളൂ. പക്ഷേ ആദ്യം നോക്കിയപ്പോൾ 15% അല്ല കാണിച്ചത്, അതിൽ കൂടുതൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അന്ന് മുതൽ വെയിറ്റ് ലോസ് ജേർണി തുടങ്ങി. കാര്യമായിട്ട് ചെയ്ത കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റാണ് മെയിൻലി നമ്മൾ നോക്കേണ്ടത്. ഭക്ഷണം നന്നായിട്ട് കുറക്കണം. അത് മെയിൻലി ഫാറ്റി ഫുഡ് കുറച്ചിട്ട് നമ്മൾ കൂടുതൽ പ്രോട്ടീൻ കഴിക്കാനാക്കണം. കാരണം ഇത്രയും കാലമായിട്ട് ഞാൻ ഡയറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഫുഡ് കഴിക്കാണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ നിങ്ങൾ തടി കുറക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ഫുഡ് കഴിക്കാണ്ടിരിക്കുകയല്ലേ വേണ്ടത്. ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കുന്നതിൽ നല്ലോണം ഫാറ്റ് ഒഴിവാക്കാനാക്കുക. അതുപോലെ തന്നെ കൂടുതൽ ഡയറ്റിൽ കൂടുതൽ പ്രോട്ടീൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊക്കെ. ഇതിൻ്റെ കൂടുതൽ നമ്മൾ വർക്കൗട്ടും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒറ്റ അടിക്ക് കുറയുന്നല്ല പറഞ്ഞത്, ഗ്രാജുവലി നമ്മൾ തടി ഓട്ടോമാറ്റിക്കലി കുറയുന്നതായിരിക്കും. അത് കുറച്ചുകൂടി എന്താ പറയുക സയൻറ്റിഫിക്കലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തടിയും നമ്മളെ ഫാറ്റ് തന്നെ ഇപ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ച സാധനം അതവിടെ കിടക്കത്തേ ഉള്ളൂ. നമ്മൾ ഈ ശരീരം നമ്മൾ ഫാറ്റ് യൂസ് ചെയ്യുന്ന പലതരത്തിലായിരിക്കും. കാരണം ഈസി ബേണിങ് ഫാറ്റും അതേ കണക്കിന് സ്റ്റോർഡ് ഫാറ്റും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ സ്റ്റോർഡ് ഫാറ്റാണ് നമുക്ക് കുറക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കുറേ വർക്കൗട്ട് ചെയ്യേണ്ടി വരും. അതെല്ലാം കഴിഞ്ഞ് അവസാനം മാത്രമേ ഈ സ്റ്റോർഡ് ഫാറ്റ് നമ്മുടെ ശരീരം എടുക്കത്തുള്ളൂ. അതായത് അത്രയും ആവശ്യകത നമ്മുടെ ശരീരത്തിന് തോന്നുന്ന സമയത്ത് മാത്രമേ ഈ സ്റ്റോർഡ് ഫാറ്റ് എടുക്കത്തുള്ളൂ. സോ ആ ഒരു ഫാറ്റ് എടുക്കണം എന്നാണെങ്കിൽ നമ്മൾ അതിനു മാത്രം വർക്കൗട്ട് ചെയ്യുന്നൊരു അവസ്ഥ വന്ന് നമ്മുടെ ശരീരത്തിന് അത്രയും എനർജി ആവശ്യമുള്ളൊരു അവസ്ഥ വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ ആ ഫാറ്റ് യൂസ് ചെയ്യത്തുള്ളൂ ശരീരം. അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ ശരീരത്തിന് നമ്മൾ എത്തിക്കാൻ നോക്കാം. സോ അതിനുവേണ്ടി നമ്മൾ മാക്സിമം വർക്കൗട്ട് ചെയ്യണം. ഇത്രയും കാലം ചെയ്ത വർക്കൗട്ട് പോരാ, കൂടുതൽ വർക്കൗട്ട് ചെയ്യാനാക്കണം. അപ്പോൾ ഇത്രയും കാലം വർക്കൗട്ട് ചെയ്തിട്ട് കുറയുന്നില്ല എന്നാണെങ്കിൽ ദാറ്റ് മീൻസ് യു നീഡ് ടു ഇൻക്രീസ് യുവർ വർക്കൗട്ട് ടൈം, അല്ലെങ്കിൽ യു നീഡ് ടു ഇൻക്രീസ് യുവർ വർക്കൗട്ട് ഇൻറ്റൻസിറ്റി. ഈ രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് വർക്കൗട്ട് കൂടുതൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാജുവലി ഓവർ ദ പീരീഡ് നമ്മൾ വെയിറ്റ് ലോസ് കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ 94 വരെ എനിക്ക് ഗ്രാജുവലി നമുക്കിങ്ങനെ എന്താ പറയുക ഓരോ ഇതിലിങ്ങനെ വെയിറ്റ് ലോസ് കാണാൻ പറ്റും. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് 94 പിന്നെ എനിക്ക് ലൈക്ക് ഒരു 1 വീക്ക് ടൈം ഉണ്ടായിരുന്നു. 1 വീക്ക് പോലും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നത്. ലൈക്ക് ലിറ്ററലി അറൗണ്ട് 4-5 ഡേയ്സ് മാത്രം ഉണ്ടാകും. 94 പിന്നെ വീണ്ടും എനിക്ക് വെയിറ്റ് കുറയുന്നുണ്ടായിരുന്നു. 94 ഇങ്ങനെ ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ദാറ്റ് മീൻസ് ലൈക്ക് എനിക്ക് ഈസിലി കുറക്കാൻ പറ്റുന്ന ഒരു ഫാറ്റൊക്കെ ഞാൻ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് കുറച്ചിരുന്നു. അതിനുശേഷം എങ്ങനെ എൻ്റെ ബോഡി വെയിറ്റ് കുറയുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ആ ബോഡി വെയിറ്റ് കുറച്ചേ പറ്റില്ലായിരുന്നു. എന്നാലേ എനിക്ക് കളിക്കാൻ പറ്റില്ലായിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടുന്ന് വെയിറ്റ് ചെക്ക് ചെയ്ത് 90 മുകളിലാണെങ്കിൽ ഒബ്വിയസ്ലി ദേ വിൽ ബി ക്ലാസിങ് മീ ആസ് ആൻ ഔട്ട് പേഴ്സൺ. ഓവർ വെയിറ്റ് ആണെന്ന് പറഞ്ഞ് എന്നെ ഔട്ടാക്കും. അപ്പോൾ അതെനിക്ക് ലൈക്ക് ഓൾറെഡി ഇങ്ങനൊരു ഇൻസ്റ്റൻസ് എനിക്ക് ഉണ്ടായതുകൊണ്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ് അഗെയിൻ എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഞാൻ മാക്സിമം ഈ പ്രാവശ്യം എങ്ങനെയെങ്കിലും എനിക്ക് കയറിയേ പറ്റും എന്നുള്ളൊരു മൈൻഡായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ
എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു മാക്സിമം. അതായത് ലിറ്ററലി ലൈക്ക് ജിമ്മിൽ പോയി 2 മണിക്കൂർ മാക്സിമം വർക്കൗട്ട് ചെയ്യുക, അതിനുശേഷം സോന യൂസ് ചെയ്യുക. സോന യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ ഉണ്ട് ഒരു കളി വെയിറ്റ് എന്താ പറയുക, വെയിറ്റ് ലിമിറ്റിൽ ഒരു കളിയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ മാക്സിമം ഈ ഓടിയിട്ട് വെയിറ്റ് കുറക്കാൻ നിൽക്കും. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിലെ വാട്ടർ കണ്ടന്റ് പെട്ടെന്ന് കുറക്കാന്നല്ല, ഈ വാട്ടർ വെയിറ്റ് പെട്ടെന്ന് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓടുക. പിന്നെ അതുപോലെ തന്നെ നാട്ടിൽ ചൂടുള്ള അല്ലെങ്കിൽ ടാർപ്പാളയല്ലേ, ടാർപ്പാള അറിയാവോ? നമ്മൾ നീഹിയ ടാർപ്പാളയില്ലേ, പണ്ട് കബഡിയുള്ള സമയത്ത് എനിക്കിപ്പോഴും ഉണ്ട്. ചെറുപ്പത്തിലേക്ക് ആൾക്കാർ 10 മണിക്കാ കളി കഴിഞ്ഞ് രാവിലെ മുതൽ എൻ്റെ വീട്ടിലേക്ക് മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുമായിരുന്നു. ചിലപ്പോൾ അത് അണ്ടർ 17 ആയിരിക്കും കളി. അപ്പോൾ ആ 70 കിലോ എത്തിക്കാൻ വേണ്ടി, ചിലപ്പോൾ 72 കിലോ 73 കിലോ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ 70 കിലോ എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ പെടാപ്പാട് വിടുന്നുണ്ട്. രാവിലെ മുതൽ കിടന്ന് ഓടും. ഒരു 1-2 മണിക്കൂറൊക്കെ കിടന്ന് ഓടിയതിന് ശേഷം അവർ വെയിറ്റ് നോക്കും. അപ്പോഴത്തേക്ക് അവരുടെ ആ 1 കിലോ 2 കിലോ ഇല്ല വാട്ടർ വെയിറ്റ് അവർ കംപ്ലീറ്റ്ലി കുറഞ്ഞിട്ടുണ്ടാവും. ആ വാട്ടർ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ വാട്ടർ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കിടന്ന് ഓടുന്നതും. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞല്ലോ, നമുക്ക് താർപ്പാളയുടെ ഉള്ളിൽ നിൽക്കുന്ന പറഞ്ഞ്, ഈ താർപ്പാളയുടെ ഈ വെയിലത്ത് ടാർപ്പാള മൂടി പൊതിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത് വെച്ചാൽ സെയിം സോനയിൽ ഉണ്ടാകുന്ന അതേ എഫക്റ്റാണ് നമുക്ക് നാട്ടിൽ ഈ ടാർപ്പാള യൂസ് ചെയ്ത് കിട്ടുന്നത്. നമുക്ക് എങ്ങനെയെങ്കിലും ബോഡി ചൂടാക്കിയിട്ട് മാക്സിമം വേർപ്പിക്കണം. അതേ ഒരു എഫക്റ്റാണ് നമുക്കിപ്പം ഈ സോന യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഉണ്ടാവുക. അപ്പം അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സോന യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം വാട്ടർ വെയിറ്റും കുറക്കുമായിരുന്നു. അപ്പോൾ ഈ 94 എത്തിയതിന് ശേഷം എങ്ങനെ സ്റ്റബേൺ ആയിട്ടുള്ള ഫാറ്റ് കുറയുന്നില്ലായിരുന്നു. അപ്പം എനിക്ക് ആകെ ഉണ്ടായിരുന്നത് കോമഡി, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാര്യം ചെയ്യാതിരുന്ന സംഭവമാണ് ഫാസ്റ്റിംഗ്. ഇതിന് മുന്നേ ഫ്രണ്ട്സിൻ്റെ കൂടെ നോയമ്പ് സമയത്ത് ചുമ്മാ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ വെള്ളം കുടിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരു കംപ്ലീറ്റ് പ്രോപ്പർ ഫാസ്റ്റിംഗ് ആയിരുന്നില്ല അതൊന്നും. സോ ഐ തോട്ട് ഐ ഡു ദാറ്റ് ഫാസ്റ്റിംഗ് അഗെയിൻ. അപ്പോൾ അതിന് എൻ്റെതായ രീതിയിൽ കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. എന്നിട്ട് ഞാൻ ഒരു 2 days വാട്ടർ ഫാസ്റ്റിംഗ് എടുത്തു. ആ ഒരു വാട്ടർ ഫാസ്റ്റിങ്ങിലാണ് എനിക്ക് 94 ഉണ്ടായ സ്റ്റബേൺ ഫാറ്റ് കുറഞ്ഞിട്ട് പിന്നെ അത് ഒരു 88, ഞാൻ അന്ന് രാവിലെ നോക്കുമ്പോൾ 89 സംതിങ് ആയിരുന്നു. പക്ഷേ ഞാൻ അവിടെ എത്തിയതിന് ശേഷം നോക്കുമ്പോൾ 88 പോയിന്റ് സംതിങ് ആയിരുന്നു കണ്ടത്. പക്ഷേ ആ 80 അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അന്നുണ്ടായിരുന്ന, അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉണ്ടായിരുന്ന 88ലേക്ക് എത്തിക്കാൻ എന്നെ സഹായിച്ചത് ഈ ഫാസ്റ്റിംഗ് ആണ്. 1 second guys. ഫാസ്റ്റിംഗ് ആണ് എന്നെ 88ലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിച്ചത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് 88 കടലെത്തിയത്. ആ 88 കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ 2 days കഴിഞ്ഞ് ഞാൻ വെയിറ്റ് നോക്കിയ സമയത്ത് ഞാൻ എബവ് 90 ആണ് വീണ്ടും. അതായത് എൻ്റെ വാട്ടർ കണ്ടന്റ് വീണ്ടും എൻ്റെ ബോഡി ഞാൻ വെള്ളം കുടിച്ച സമയത്തൊക്കെ അബ്സോർബ് ചെയ്ത് വീണ്ടും അതേപോലെ തന്നെ എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്കിനി വീണ്ടും ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നാണെങ്കിൽ എൻ്റെ ഫുഡ് കൺട്രോൾ ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വർക്കൗട്ട് കീപ്പപ്പ് ചെയ്യണം. ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ എൻ്റെ ശരീരം ഇതേ ഒരു ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒബിയസ്ലി കാശിനോ ഞാനിപ്പോൾ ആഴ്ചയിൽ കൂടുതൽ ഭക്ഷണം കഴിച്ച് വർക്കൗട്ടൊന്നും ചെയ്യാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും എൻ്റെ ബോഡി വെയിറ്റ് വീണ്ടും ഗ്രാജുവലി കയറുന്നതായിരിക്കും. ഒബിയസ്ലി എല്ലാവർക്കും അറിയാം ഒരു ഹ്യൂമൻ ബീയിങ്ങിന് 2000 calories വേണ്ട പെർ ഡേ ഇപ്പം പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഫുഡ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പുറത്തുനിന്ന് ഒരു സ്ലൈസ് പിസ്സ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 600 calories ഉണ്ടാകും. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും പ്രോസസ്ഡ് ഫുഡ് നമ്മൾ വാങ്ങിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് ഓൾമോസ്റ്റ് 800-900 calories ഉണ്ട്. സോ നമ്മളിപ്പം ആസ് എ ബാച്ചിലർ നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഒരാളെന്നുണ്ടെങ്കിൽ ഈസിലി നിങ്ങൾക്ക് അബൌട്ട് 2000 calories നിങ്ങൾക്ക് പെർ ഡേ കയറുന്നതായിരിക്കും. അത് നിങ്ങൾ പോലും അറിയുന്നുണ്ടാവില്ല, നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. നമുക്ക് അത്ര ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ഫുഡും ആയിരിക്കില്ല നമ്മൾ കഴിക്കുന്നുണ്ട്, പക്ഷേ കാലറീസ് വിൽ ബി ക്വൈറ്റ് ലോട്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊക്കെ, അപ്പോൾ മെയിൻലി നിങ്ങൾ തന്നെ ഉണ്ടാക്കി ഫുഡ് കഴിക്കാനൊക്കെ, പുറത്തുനിന്ന് വാങ്ങിയ ഫുഡ് കഴിക്കാണ്ടിരിക്കുക. മെയിൻലി ചിക്കൻ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ മാക്സിമം കഴിക്കാനൊക്കെ, പ്രോട്ടീൻ കണ്ടന്റ് കൂടുതൽ കൂട്ടാനൊക്കെ, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ കൂടുതൽ പ്രോട്ടീൻ കഴിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കൂടുതൽ ഫില്ലിംഗ് ആയിട്ട് തോന്നും. അതായത് ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതൊക്കെ പെട്ടെന്ന് വിശക്കത്തില്ല. അപ്പം ഐ വുഡ് സേ ഇഫ് യു ആർ ലുക്കിംഗ് ഇൻ ടു ഫാറ്റ് ലോസ് ജേർണി, incorporate more protein into your diet and reduce fat content from your diet. ഇതാണ് ഇപ്പോൾ മെയിൻലി എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. കീപ് ഇൻ ടച്ച്. I'll see you with some other videos. Until then.